നമുക്കാർക്കും നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു നമുക്കൊരു ഉറപ്പില്ല. പോട്ടെ, അടുത്ത നിമിഷം എന്താ പറ്റുക എന്നുള്ളത് നമുക്കറിയില്ല. അവിടെയാണ് നമ്മൾ ദൈവത്തിനെ വിളിക്കുക, ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതും വിശ്വസിക്കുന്നതും. കാരണം നമുക്കോ നമ്മളെ സ്നേഹിക്കുന്ന ആർക്കും അടുത്ത നിമിഷം ഒന്നും പറ്റരുത്, അല്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ ജീവിതം നല്ലതായിരിക്കണമെന്നായിരിക്കും എല്ലാവരുടെയും പ്രാർത്ഥന. അവിടെയാണ് ദൈവങ്ങൾ വരുന്നത്, ദൈവങ്ങളെ നമ്മൾ വിളിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ശരിക്കും അങ്ങനെ ഒരാൾ കേൾക്കുന്നുണ്ടോ മുകളിലിരുന്ന്? അത് കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരാളാണ്. സോ എൻ്റെ കുറച്ച് ചിന്തകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുള്ളത്. ആരും വിഷമിക്കരുത്, ഇതാരുടെയും വിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. നമ്മൾ പോലും അറിയാതെ നമ്മൾ വിശ്വാസത്തിൻ്റെ പേരിൽ ചില മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതായിട്ട് മാത്രം കാണുക. അപ്പോൾ ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. ആൻഡ് യു ആർ വാച്ചിങ് ആഷ് മല്ലു ട്യൂബർ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ദൈവവിശ്വാസത്തിൽ ഉള്ളവർ. പക്ഷേ ഇങ്ങനെ വിശ്വാസമുള്ളവർക്കൊക്കെ നല്ല രീതിയിലുള്ള ജീവിതങ്ങൾ ലഭിക്കുന്നുണ്ടോ? അവർക്കും അവരുടെ വീട്ടിൽ മരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരുപാട് നേരത്തെ ചെറിയ ചെറിയ പിള്ളേർ മരിക്കാനില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റാറുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് നല്ല ഒരു ജീവിത സാഹചര്യം ഉണ്ടാവില്ല, പട്ടിണിയായിരിക്കും. ചിലവർ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയൊക്കെ മുന്നേറുന്നവരുണ്ട്. പക്ഷെ ചിലവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് അതിന് പോലും പറ്റാത്ത അവസ്ഥകളുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ എന്താണ് ദൈവം കൈവിടുന്നത്? അങ്ങനെയുള്ളവരെ എന്താണ് ദൈവം സഹായിക്കാത്തത്? ഇപ്പോൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് കിട്ടും, ചീത്ത ചെയ്തു കഴിഞ്ഞാൽ ചീത്ത കിട്ടും. കർമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു സാധനത്തിൽ വിശ്വാസമില്ല. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചീത്ത ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ചീത്ത കിട്ടണം എന്നും ഒരു നിർബന്ധവുമില്ല. അയാൾക്ക് അങ്ങനെ ചീത്ത ചെയ്ത് അയാൾക്ക് നിൽക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പൈസയും ഉണ്ടെങ്കിൽ അയാൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. ഇല്ലേ? ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നാൽ നല്ലത് ചെയ്ത് ജീവിക്കുന്ന ആൾക്ക് നല്ലത് മാത്രം ഒരാൾ ചെയ്യണമെന്നുണ്ടോ? പാര വെക്കാനായിട്ട് വേറെ ആൾക്കാരുണ്ടാവും. പിന്നെ അയാൾക്കും ചിലപ്പോൾ നല്ലത് ചെയ്ത് ജീവിക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഇപ്പോൾ ഒരു വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജീവനോടെ തിരിച്ചു വരുന്നത് തന്നെ ഭാഗ്യം എന്ന് വിചാരിക്കാം. അതുപോലെയാണ് ഇവിടുത്തെ ആളുകളുടെ വണ്ടി ഓടിക്കൽ. നമ്മൾ ശ്രദ്ധിച്ച് ഓടിച്ചാൽ പോലും ഓപ്പോസിറ്റ് വരുന്ന ആളൊന്ന് കണ്ണ് ഒന്ന് അടഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി നമ്മുടെ കാര്യം. അങ്ങനത്തെ ഒരു ജീവിതമാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തൊരു ജീവിതം. ആ ഒരു ലൈഫിൽ നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും എന്നിട്ട് നമ്മൾ ആ ഒരു സംഭവം നടക്കുമ്പോഴേ നമുക്ക് അയ്യോ എനിക്ക് എനിക്ക് അപകടം പറ്റി, എന്നെ വണ്ടി ഇടിച്ചു, അപ്പം ഞാൻ ഈ പ്രാർത്ഥിച്ചതൊന്നും കേൾക്കുന്നില്ലേ എന്ന് നമുക്ക് അപ്പോഴാണ് തോന്നുക. എന്ത് കാര്യം നമുക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എനിക്കും സംഭവിക്കാമല്ലേ ഇത് എന്നുള്ളത്. നമ്മൾ സാധാരണ ടി വിയിലൊക്കെ കാണുന്നേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ നമുക്കും സംഭവിക്കാം. അത് നമ്മൾ പ്രാർത്ഥിച്ചാലും ഇല്ലേലും, നല്ലത് ചെയ്താലും ഇല്ലേലും സംഭവിക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പം നല്ലത് ചെയ്യുന്നത് തെറ്റാണോ എന്ന്? അല്ല, നല്ലത് ചെയ്യാം നമുക്ക്. മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നത് അതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടാവരുത്. എനിക്ക് ദൈവത്തിൽ നിന്ന് നല്ലത് കിട്ടും, അതിന് വേണ്ടിയിട്ട് ആവരുത് നമ്മൾ ഒരാൾക്ക് നല്ലത് ചെയ്യേണ്ടത്. നമുക്ക് തോന്നി ആ ഒരാൾ വിഷമിക്കുന്ന കണ്ടിട്ട് നമുക്ക് വിഷമം തോന്നി നമ്മൾ നല്ലത് ചെയ്യുക, അത് അവിടെ വിടുക. നമുക്കതിന് തിരിച്ചെന്ത് കിട്ടും, തിരിച്ച് ദൈവം ഇത് തരും, സ്വർഗം തരും, അല്ലെങ്കിൽ എന്നെ ഇത്രയും നാൾ കാത്തോളും എന്നുള്ള ഒരു ഇതും വിചാരിക്കരുത്. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുക. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം. ഞാൻ ദൈവത്തെ കാണുന്നത് മനുഷ്യന്മാരിൽ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്തോ എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമ്മുടെ മനുഷ്യന്മാർ തന്നെ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ കുടുംബക്കാരോ നമ്മുടെ മതത്തിലുള്ളവരോ തന്നെ ആയിരിക്കണമെന്നില്ല. വഴിയിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുമ്പോൾ കുറേ പേരും ചിലപ്പോൾ അവർക്ക് പേടിച്ചിട്ടോ അല്ലെങ്കിൽ നൂലാമാലകളൊക്കെ കാരണം ആരും ചിലപ്പോൾ അടുത്ത് വരില്ല, എടുക്കുകയുമില്ല. എന്നാൽ അതിൽ ഏതെങ്കിലും ഒരാൾക്ക് മനസ്സിൽ ദയ തോന്നി 2-3 പേര് വന്ന് നമ്മളെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നമുക്കറിയാവുന്ന ആളുകളും ആയിരിക്കില്ല. അപ്പോൾ ആ നേരത്ത് നമ്മുടെ ദൈവം അവരാണ്. അപ്പോൾ ചിലവർ പറയും അവർ ദൈവം അയച്ചതാണ് അവരെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയെന്ന്. അത് ശരിയാണോ? അത് ആ ഒരു മനുഷ്യൻ അയാൾക്ക് നമ്മളോട് ഒരു ദയവ് തോന്നി, അത് അയാളെ വളർത്തിയ വീട്ടുകാരോടും നമ്മൾ നന്ദി പറയണം. അയാൾ അങ്ങനെയായിരിക്കും അങ്ങനത്തെ ഒരു സംസ്കാരം കൊടുത്ത് വളർത്തി വലുതാക്കിയത് അവരാണ്. അങ്ങനെ ഒരു മനസ്സ് അയാൾക്കുള്ളത് കൊണ്ട് നമ്മളെ രക്ഷിച്ചു. അല്ലാതെ ദൈവം വിചാരിച്ചിട്ടല്ല അയാൾ നമ്മളെ എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിലാക്കിയത്. അതുകൂടാതെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഓപ്പറേഷനൊക്കെ വേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഡോക്ടർമാർ വേണം നമുക്ക്. ഡോക്ടർമാർ ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളായിരിക്കില്ല. വേറെ റിലീജിയനിലുള്ള ആളായിരിക്കും. അങ്ങനെ ഒരാൾ നമുക്ക് വേണ്ടി വരും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ആ നേരത്ത്. പക്ഷെ എന്നാലും ആ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും ഓ ദൈവം രക്ഷിച്ചു എന്നുള്ള രീതിയിൽ ദൈവത്തിന് നന്ദിയാണ് ആദ്യം പറയുക. പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു മനുഷ്യൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാൾ ഇത്രയും നാൾ അയാളുടെ പാരൻസ് ലോണൊക്കെ എടുത്ത് അയാളെ പഠിപ്പിച്ച് ഇത്രയും നാൾ അയാൾ കഷ്ടപ്പെട്ട് പഠിച്ചാണ് ആ ഒരു ഡോക്ടർ ആയത്. ഇത്രയും പ്രാക്ടീസൊക്കെ ചെയ്താണ് ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തത്. സോ ആ ഒരു മനുഷ്യനല്ലേ നമ്മളെ രക്ഷിച്ചത്. നമുക്ക് ആദ്യം വേണ്ടത് മനുഷ്യന്മാരോടുള്ള സ്നേഹമാണ്. നമുക്ക് എന്ത് വന്നാലും നമുക്ക് മനുഷ്യന്മാരേ ഉണ്ടാവുള്ളൂ. ഒരു ദൈവം താഴെ ഇറങ്ങി വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഒന്നില്ലെങ്കിൽ അങ്ങനൊരു ശക്തി ഇല്ലായിരിക്കാം. എല്ലാം നമ്മുടെ ആരൊക്കെയോ എഴുതി വെച്ച എന്തോ നമ്മൾ വായിച്ചിട്ടാണ് നമുക്കിതൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഇതിൽ വന്നതേ. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ആരും വിശ്വാസികളല്ല.
നമ്മൾ പിന്നെ ഒരു പ്രായം എത്തുമ്പോഴാണ് വീട്ടുകാരൊക്കെ അമ്പലത്തിൽ പോകണു അല്ലെങ്കിൽ പള്ളിയിൽ പോകണു ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ആവുന്നത്. എന്നാൽ ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചൊരു കുട്ടിയാണ്. എന്നെ ചെറുപ്പത്തിൽ തന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി നോക്കിയാൽ തട്ടിക്കൊണ്ടുപോയി ഒരു വേറെ മതത്തിലുള്ള ഒരു വീട്ടിൽ കൊണ്ടിട്ടു. അങ്ങനെയാണെങ്കിൽ അവരെന്നെ വളർത്തുന്നത് അവരുടെ മതത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടായിരിക്കും. അപ്പം ഞാൻ എന്തായി, അവരുടെ മതത്തിലായി. ഹിന്ദു വീട്ടിൽ ജനിച്ചിട്ട് അവരുടെ മതത്തിലുള്ള ഒരാളായി. അപ്പം അവിടെയൊക്കെ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊക്കെ ഞാൻ പറയുന്നത് പൊട്ടത്തരമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അതൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നിപ്പോകും. ഇങ്ങനത്തെ ഈ ദൈവവും മതവും അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയൊരു കാര്യം മാത്രമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നത് മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളതായിട്ടാണ്. നമ്മൾ മനുഷ്യന്മാരെ ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക. അവരേ ഉണ്ടാവുള്ളൂ നമുക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോഴോ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴോ. അല്ലാണ്ട് ദൈവമായിട്ട് ആർക്കും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും അതൊരു തോന്നലാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് എന്നുള്ളത്. അതിന് ഒരു വാല്യൂ ഇല്ല. നാളെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സമയമാണ് ഇപ്പോൾ. ചിന്തിക്കുക. ഈ ദൈവത്തിന് വിശ്വാസമുള്ളവർ, ഭയങ്കര വിശ്വാസികളായിട്ട് നടക്കുന്നവർ, എല്ലാം ദൈവം ചെയ്തോളും, ദൈവം എന്നെ രക്ഷിച്ചോളും എന്ന് പറഞ്ഞിരിക്കുന്നവർ പലപ്പോഴും അവിശ്വാസികളായിട്ട് മാറാറുണ്ട്. എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ, എന്തെങ്കിലും പനി വന്നാൽ പോലും അവർ ഡോക്ടറിൻ്റെ അടുത്ത് പോകും മരുന്ന് വാങ്ങാനായിട്ട്. എന്നാൽ അവർക്ക് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് മാറ്റിക്കൂടെ? അതെന്താ ചെയ്യാത്തത്? എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകും. എന്നാൽ ആരും എന്നെ ദൈവം രക്ഷിച്ചോളും, ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ച് വ്രതമൊക്കെ എടുക്കാറുണ്ട്, ഞാൻ വഴിപാട് നേരാറുണ്ട്, അല്ലെങ്കിൽ ഏത് നേരം പള്ളിയിൽ പോകുന്നതാണ്, ഏത് നേരം അമ്പലത്തിൽ പോകുന്നതാണ്, അപ്പോൾ അവർ ദൈവം രക്ഷിക്കണ്ടേ? അതിന് ഒരു മനുഷ്യൻ തന്നെ വേണ്ടി വരും, അവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. സോ അങ്ങനെയുള്ളവർ ആ നേരത്ത് അവിശ്വാസികളായിട്ട് മാറാറുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം നമുക്കോ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്കോ ഒരാൾ ഒരു ഉപദ്രവം ചെയ്യുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും വേറൊരാൾ ഉപദ്രവിച്ചു, അപായപ്പെടുത്തി. അപ്പം നമ്മൾ എന്താ ചെയ്യുക? പോലീസ് സ്റ്റേഷനിൽ പോകും, കോടതിയിൽ പോകും അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ. എന്നാൽ നമ്മൾ വിശ്വാസികൾ വിശ്വസിക്കുന്നത് എന്താണ്? ദുഷ്ടന്മാരെ ദൈവം ശിക്ഷിച്ചോളും, എന്തായാലും അവരെ ദൈവം ശിക്ഷിച്ചോളും. പിന്നെ നമ്മൾ എന്തിനാണ് ഇതിന് പുറകെ നടക്കുന്നത്, ഈ കോടതിയും പോലീസൊക്കെ ആയിട്ട്? അപ്പം നമുക്ക് എങ്ങനെയോ നമുക്കൊരു ഇതുണ്ട്, ഇല്ല ഇവർക്കൊന്നും കിട്ടാൻ പോണില്ല, നമ്മൾ ഇവിടെ തന്നെ പോലീസുകാരും കോടതിയൊക്കെ വേണ്ടി വരും അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ എന്നൊരു ഇത് നമുക്ക് എവിടെയോ ഉണ്ട് മനസ്സിൽ. ശരിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം കൊടുത്തോളൂല്ലേ? അതെന്താ ചിന്തിക്കാത്തത്? അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവിശ്വാസികളായിട്ട് മാറാറുണ്ട് വിശ്വാസികൾ. അത് ആരും സമ്മതിച്ചു തരില്ല, അതെനിക്കറിയാം. ഒരു നിമിഷം നിങ്ങളാണ് ദൈവമെന്ന് ഒന്ന് വിചാരിക്കുക. നിങ്ങളാണ് ദൈവം, നിങ്ങൾ നല്ല മനുഷ്യനാണ്, നിങ്ങളാണിപ്പോൾ, നിങ്ങളുടെ നല്ല മനസ്സുള്ള ആളാണ് നിങ്ങളാണ് ദൈവം എന്ന് വിചാരിക്കുക. നിങ്ങൾ കാണുകയാണ് കുഞ്ഞി കുട്ടികളെ കുറേ ആൾക്കാർ ചേർന്ന് സെക്ഷൽ ഹറാസ് ചെയ്യുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് നടക്കുന്നുണ്ട്. പെൺകുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്, പിന്നെ വെറുതെ നിരപരാധി ആളുകളെ കൊല്ലുന്നുണ്ട്. സോ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതെ ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് പിന്നീട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അയാൾക്ക് ശിക്ഷ കിട്ടും എന്ന് വിചാരിക്കുന്നതാണോ ദൈവം? നിങ്ങൾ അങ്ങനെ വിചാരിക്കുമോ? നിങ്ങളാണ് ദൈവം എന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കുമോ? അല്ല, വിശ്വാസം ഉള്ളവർ പറയുന്നതാണ്, ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആപത്ഘട്ടത്തിൽ ഒരാൾ വന്ന് സഹായിക്കാനുള്ളപ്പോൾ ദൈവം വിട്ടതാണ് അയാളെ, ദൈവം തോന്നിപ്പിച്ചതാണ് അയാളെ കൊണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ ദുഷ്ടന്മാരെ കൊണ്ട് ഇങ്ങനെ അവർ ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ അവരെ കൊണ്ട് മറിച്ച് ചിന്തിച്ചുകൂടെ? അവരുടെ ചിന്ത മാറ്റാനുള്ള ശക്തി അപ്പോൾ ദൈവത്തിന് ഉണ്ടാവില്ലേ? നല്ല കാര്യം ചെയ്യാനായിട്ട് മനുഷ്യനെ കൊണ്ട് തോന്നിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദുഷ്ടകാര്യം ചെയ്യാൻ ഈ മനുഷ്യന് തോന്നുമ്പോൾ ആ ചിന്ത മാറ്റിക്കാനുള്ള ശക്തി നമ്മുടെ ദൈവത്തിനില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങളാണ് ദൈവം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? എല്ലാവരും പ്രാർത്ഥിച്ച കാര്യമൊന്നും നടക്കൂല, എല്ലാം ഇപ്പോൾ നടത്തിത്തരാൻ ഇപ്പോൾ ദൈവം അങ്ങനെ ഇരിക്കില്ലല്ലോ, എല്ലാവർക്കും എല്ലാം നടത്തിത്തരാൻ പോവാല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നല്ലോ അവർ. അപ്പോൾ ചില കാര്യങ്ങളൊന്നും അവർ പ്രാർത്ഥിച്ചതൊന്നും നടക്കുന്നുണ്ടാവില്ല, പക്ഷെ എന്നാലും അവർ വീണ്ടും പ്രാർത്ഥിച്ച് വീണ്ടും ആ വിശ്വാസം കൈവിടുന്നില്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയം, ഉള്ളിൽ മരണഭയം ഉണ്ടാവും. അയ്യോ, ഭാവി എന്താണെന്ന് അറിയില്ല, നമുക്ക് നാളെ എന്ത് പറ്റുമെന്ന് അറിയില്ല, നമ്മൾ സ്നേഹിക്കുന്ന അവർക്ക് എന്ത് പറ്റുമെന്ന് അറിയില്ല, ആ ഒരു ഭയമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരാളെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോണില്ല. അപ്പോൾ പിന്നെ അവർ ആ വിശ്വാസം തുടരും, നമ്മളെ രക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിന്മേലാണ് ആ ഒരു വിശ്വാസം തുടരുന്നത്. പക്ഷേ എന്തും എപ്പോഴും സംഭവിക്കാം എന്നുള്ള ഒരു ട്രൂത്ത്, ഒരു സത്യം അവർ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡിയല്ല മനുഷ്യന്മാർ. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഈ അടുത്ത നിമിഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് വിചാരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുമോ? ടെൻഷൻ വരും. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. അതാണ് എല്ലാവരും ഈ ഭയങ്കര വിശ്വാസികളായിട്ട് നിൽക്കുന്നത്. ചിലവർക്ക് അവർ പ്രാർത്ഥിച്ച കാര്യമൊക്കെ അവർക്ക് നടന്ന് കിട്ടാറുണ്ട്. നേർച്ച നേർന്ന് നടന്ന് കിട്ടിയിട്ട് പിന്നെ നേർച്ച ഇടുന്നതൊക്കെ പോയി കാണാറൊക്കെ ഉണ്ട്. ഞാനും വിശ്വാസം ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിലൊക്കെ പോകുന്ന കാലമൊക്കെ തന്നെയാണ്. ഞാനും ഇതുപോലെ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് 80% മാർക്ക് കിട്ടണേ, ഒരു 80% അല്ലെങ്കിൽ 80നോട് അടുത്ത് 79 81 ആ ഒരു സൈഡിൽ മതി, എനിക്ക് കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാനൊരു വഴിപാട്, എന്നെ കൊണ്ട് പറ്റുന്ന പൈസ ഞാൻ വഴിപാടും ഞാൻ നേർന്നിരുന്നു.
റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 79% അടുത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ അയ്യോ ഞാൻ പ്രാർത്ഥിച്ച് നടന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് ദൈവം കേട്ടോ? അങ്ങനത്തെ ഒരു അയ്യോ ഭയങ്കര ഒരു അത്ഭുതമായി പോയി. ഞാൻ പ്രാർത്ഥിച്ചത് അത് തന്നെ എനിക്ക് തന്നല്ലോ എന്നുള്ള രീതിയിൽ ട്ടോ. ഞാനിട്ട് വഴിപാട് നേർച്ചയൊക്കെ കൊണ്ടിട്ട് ഞാൻ പറഞ്ഞ വാക്ക് പറഞ്ഞാൽ ഞാൻ വാക്ക് പാലിക്കും ആരോടായാലും. ഞാൻ പറഞ്ഞ വഴിപാട് ഞാൻ കൊണ്ടിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചേ, ഞാൻ ഈ 80%-ന് പകരം എനിക്ക് 90% ആഗ്രഹിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നില്ലേ? അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നല്ലോ അപ്പോൾ. പിന്നീട് ഞാൻ ആലോചിച്ചു, എനിക്കെന്തായാലും ഇപ്പോൾ ടീച്ചർമാരൊക്കെ നോക്കി ഞാൻ എഴുതിയതിനാണ് എനിക്ക് ഈ 79% മാർക്ക് തന്നത്. അപ്പം ഞാൻ 90% കിട്ടണേന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എൻ്റെ പ്രാർത്ഥന നടക്കൂലായിരുന്നല്ലോ, അല്ലേ? അപ്പം എനിക്കറിയാം ഞാനാണ് എക്സാം എഴുതിയത്. എനിക്ക് എന്തോരം കിട്ടും? ഫുൾ എ പ്ലസ് കിട്ടില്ലെന്ന് എനിക്കറിയാം. കാരണം എനിക്കറിയാലോ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ തെറ്റാ എഴുതിയത്. നമുക്ക് ഏകദേശം ഒരു അനാലിസിസ് നമ്മൾ വീട്ടിൽ വന്ന് ചെയ്യും പരീക്ഷ കഴിഞ്ഞ്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു പിടിയുണ്ടാവും. എനിക്ക് ഈ ഒരു റൗണ്ടിൽ നമുക്ക് കിട്ടും മാർക്ക്. എന്തായാലും ഫുള്ള് കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. അപ്പം ഞാൻ കണക്ക് കൂട്ടി വെച്ച് നോക്കിയപ്പോൾ എനിക്കൊരു 80%-ഓളം ഉണ്ടാവുമായിരിക്കാം എന്നുള്ള രീതിയിൽ അത് കിട്ടണേ എന്നുള്ള രീതിയിൽ എനിക്ക് അതായിരിക്കും കിട്ടാൻ പോണേ. അപ്പോൾ അത് കിട്ടണേ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അത് ആ ഒരു അരികത്ത് എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ 90%-ആണ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു. ആ പ്രാർത്ഥന നടക്കില്ലായിരുന്നു അവിടെ. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ പ്രാർത്ഥനയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. ഇനി നല്ലതിന് വേണ്ടിയിട്ടായിരിക്കുമോ നടക്കാത്തത് എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു, നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല നമുക്കൊരു കാര്യം നടക്കുക. നമ്മൾ പ്രവർത്തിക്കണം. എന്ത് കാര്യമായാലും നമ്മൾ പ്രവർത്തിച്ചാലേ നടക്കുള്ളൂ. അല്ലാതെ പ്രാർത്ഥിച്ച് അവിടെ കേൾക്കാൻ ഒരാളിരിപ്പുണ്ടെന്നുള്ള ഒരു വിശ്വാസമൊക്കെ എനിക്ക് പേഴ്സണലി അതിപ്പോൾ പോയി. നമ്മളെന്ത് കാര്യം നമ്മളിറങ്ങി പ്രവർത്തിച്ചാലേ നമ്മൾ സ്ട്രോങ് ആവണം. മനസ്സിൽ സ്ട്രോങ് ആവണം. എന്നാലേ നമുക്ക് നടക്കുള്ളൂ. അല്ലാതെ ഒരു ദൈവവും നമുക്കൊന്നും ചെയ്തു തരാൻ പോണില്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോൾ ഞാനതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല. ഇന്നത് കിട്ടണേ, ഇന്നത് നടക്കണേ എന്നൊന്നും ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറില്ല അധികം. ആ ഒരു എന്താ എൻ്റെ അനുഭവങ്ങൾ കൊണ്ടാണ് ട്ടോ ഞാൻ പറയുന്നത്. നിങ്ങളോട് ഞാൻ അടിച്ചേൽപ്പിക്കുകയൊന്നുമല്ല. എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. നമ്മൾ ദൈവവിശ്വാസമുള്ളവരോട് ഇതിനെപ്പറ്റി അവർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അവരാദ്യം ചോദിക്കുന്നത്, അപ്പോൾ പിന്നെ ഈ ലോകം എങ്ങനെ ഉണ്ടായി? ഈ ഇത്രയും വലിയ കാര്യങ്ങൾ ആരുണ്ടാക്കി? ഒരു ക്രിയേറ്റർ വേണമല്ലോ എന്നുള്ളൊരു ചോദ്യം അവരുടെ കയ്യിൽ നിന്ന് വരാറുണ്ട്. പല വീഡിയോസിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ മണ്ടത്തരമാണോന്ന് അറിയില്ല കേട്ടോ. പല ദൈവങ്ങളും നമ്മൾ മനുഷ്യന്മാർ ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് അവരും അവതരിച്ചിട്ടുള്ള പല ദൈവങ്ങളും. അപ്പോൾ നമുക്കറിയാം മനുഷ്യന്മാരൊക്കെ ഇവിടെ വന്നതിന് മുമ്പ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകളൊക്കെ ജീവിച്ചിരുന്നു നമ്മുടെ ഈ ഭൂമിയിൽ. അപ്പം അന്നും ഭൂമിയുണ്ട് ദിനോസറുകളൊക്കെ ഉള്ള സമയത്തെ. അപ്പോൾ അപ്പം അന്ന് ഭൂമി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം മനുഷ്യന്മാരുടെ ഇടയിലുള്ള ദൈവം അന്നെങ്ങനെ ഭൂമി സൃഷ്ടിച്ചു? ഇപ്പം ദൈവം അന്ന് സൃഷ്ടിച്ചതെന്ന് വിചാരിക്കാം. പക്ഷെ എന്തിനാണ് ദൈവം ദിനോസറുകളെ സൃഷ്ടിച്ചത്? അതെന്തിനാ? ദിനോസറുകളെ കൊണ്ട് ദൈവത്തിന് എന്ത് ഗുണമുള്ളത്? അതുങ്ങൾക്ക് പ്രാർത്ഥിക്കാനോ ദൈവത്തിനെ ചിന്തിക്കാനോ പൂജിക്കാനോ ഒന്നും അറിയില്ല. അപ്പോൾ എന്തിനാണ് ദിനോസറുകളെ സൃഷ്ടിച്ചത്? എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ ഒരു ഉൽക്ക വന്ന് പതിപ്പിച്ച് അതുങ്ങളെയൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് എനിക്ക് പരിമിതമായിട്ടുള്ള അറിവേ ഉള്ളൂ ഇതിനെക്കുറിച്ച്. തെറ്റ് പറയുകയാണെങ്കിൽ ക്ഷമിക്കുക. കുറേ നാൾ കഴിഞ്ഞപ്പോൾ മനുഷ്യന്മാരുണ്ടാക്കിയത് ദൈവമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ദൈവം എന്തിനാണ് ആദ്യമേ ദിനോസറുകളെ സൃഷ്ടിച്ചത്? അല്ലേ? പിന്നെ നമുക്കറിയാം ഭൂമി അല്ലാതെ നമ്മുടെ ഗാലക്സിയിലും ഭൂമി അല്ലാതെ സൂര്യന് ചുറ്റും മറ്റ് ഗ്രഹങ്ങളും നടക്കുന്നുണ്ട്. ഭൂമിയിൽ മാത്രമാണല്ലോ മനുഷ്യന്മാർ ജീവിക്കുന്നത്. അപ്പം എന്തിനാണ് ഈ ചൊവ്വയും വ്യാഴവും ശനിയും ഇതൊക്കെ ഉണ്ടാക്കിയത് ദൈവം? ഭൂമി മാത്രം ഉണ്ടാക്കിയാൽ പോരെ? മറ്റതൊക്കെ എന്തിനാ? അതുകൂടാതെ ഈ ഗാലക്സി നമ്മുടെ ഇത് മാത്രമല്ല, കോടിക്കണക്കിന് വേറെ ഉണ്ട് ഗാലക്സികൾ. അപ്പം അതൊക്കെ എന്തിനാ ഉണ്ടാക്കിയത്? ആകെ കൂടി മനുഷ്യവാസമുള്ള സംഭവം മാത്രം ദൈവത്തിന് ഉണ്ടാക്കിയാൽ പോരെ? ഇതൊക്കെ ഒരു ചോദ്യമല്ലേ? അല്ലേ? ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് അത് ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വായിക്കാം. എനിക്ക് അറിയാവുന്ന മറുപടി ഞാൻ തരാം. ദൈവവിശ്വാസം കൊണ്ട് ആകെ ഒരു ഗുണമുണ്ട് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്, ചിലവർ ദൈവഭയത്തിൽ തെറ്റുകൾ ചെയ്യാതിരിക്കും. ദൈവമുണ്ട്, ദൈവം എല്ലാം കാണുന്നുണ്ട് എന്നുള്ള രീതിയിലെങ്കിലും ചിലവർ തെറ്റുകൾ ചെയ്യാതെ ഇരിക്കും. അതുമാത്രമാണ് ആകെ എനിക്കൊരു ഗുണമായിട്ട് തോന്നുന്നത്. പക്ഷെ അല്ലാത്തവർ ഈ കുനിഷ്ടും പുന്നായ്മയും പറഞ്ഞ് നടക്കുന്ന ആളുകളും വലിയ ദൈവഭക്തന്മാരാണെന്ന് പറഞ്ഞ് നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ദൈവങ്ങളൊന്നും ഇല്ല. കാരണം ഇതുങ്ങളെയൊക്കെ ഈ അമ്പലത്തിലും പള്ളിയിലും കയറി നിരങ്ങുന്നുണ്ട്. എന്നാൽ ഈ ദൈവം ഇതൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പം നമ്മുടെ ഈ നാട്ടിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം, വിശ്വാസികളാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. വിശ്വാസികൾ മറ്റ് വിശ്വാസികളെ തല്ലുന്നതും കൊല്ലുന്നതും ഒക്കെ കാണുന്നുണ്ട്.
അപ്പം നമ്മൾ നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് എ ഗ്രൂപ്പിലുള്ള ദൈവത്തിനെയാന്ന് വിചാരിക്കുക. പക്ഷെ ബി ഗ്രൂപ്പിലുള്ള ദൈവം ഇല്ലാന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും? ഇല്ല. അവരുടെ ദൈവം ഇല്ലാന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും? അതിന് നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? അവരുടെ ദൈവം ഇല്ലാന്ന് നമ്മൾ തെളിയിക്കേണ്ടി വരും. നമ്മുടെ ദൈവം ഉണ്ടെന്ന് മാത്രമല്ല അവരുടെ ദൈവം ഇല്ല എന്ന് നമ്മൾ തെളിയിക്കേണ്ടി വരും. അപ്പം നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ? അവര് ഒരാളെ വിശ്വസിക്കുന്നത് നമ്മൾ എന്നിട്ട് അത് വിശ്വസിക്കാൻ പാടില്ല, നിങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നത് തെറ്റല്ലേ? അപ്പം ഈ ലോകത്തിപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വിശ്വാസികൾ മാത്രമാണ്. ഈ ചൈന എന്ന് പറഞ്ഞ രാജ്യത്തിൽ 90% പേരും ഏത്തിസ്റ്റാണെന്ന് ഞാനൊരു വീഡിയോയിൽ അവിടുത്തെ ഒരു ചൈനക്കാരി പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അവരോട് ചെറുപ്പത്തിൽ തുടങ്ങി അവരോട് പറയുന്നത് കഷ്ടപ്പെടുക, പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, ജീവിക്കുക, പ്രവർത്തിക്കുക അവരോട് പ്രവർത്തിക്കാനാണ് പറയുന്നത്. അല്ലാതെ വേറൊരാൾ നിങ്ങൾക്ക് വേണ്ടി മുകളിൽ പ്രവർത്തിക്കും, പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്നല്ല. അതുകൊണ്ടാണ് അവരുടെ രാജ്യം അത്രയും ടോപ്പിൽ നിൽക്കുന്നത്. നമ്മൾ കൂടുതൽ റിലീജിയസ് ആയിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ. പക്ഷേ ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ നദികളെ വലിയ ഡിവൈൻ കാര്യങ്ങളായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ നമ്മുടെ നാട്ടിലെ നദികൾ എന്തൊരു പൊല്യൂട്ടഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൽ കൊണ്ടുപോയി പാല് ഒഴിക്കുക, നെയ്യ് ഒഴിക്കുക. ഗംഗയൊക്കെ ആകെ പൊല്യൂട്ടഡ് ആയിട്ട് കിടക്കുക. അത്രയും നമ്മൾ ദൈവവിശ്വാസമായിട്ട് പുണ്യ നദിയായിട്ട് കാണുന്ന ആ നദി വരെ നശിപ്പിച്ചു വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ. അപ്പോൾ വിശ്വാസികളെ കൊണ്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ. വിശ്വാസം ഇല്ലാതിരുന്ന പ്രശ്നമില്ല. പക്ഷേ വിശ്വാസികൾ ഇപ്പോൾ വിശ്വാസം ഉണ്ടായിട്ട് ചിലവർ ആ ഭയത്തിൽ തെറ്റ് ചെയ്യാതെ ഇരിക്കും. അതാണ് ആകെ കൂടിയുള്ള ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്. പിന്നെ ചിലവർക്ക് ഈ വീക്കായിട്ടുള്ള ആളുകൾക്കാണ് കൂടുതലും ഈ വിശ്വാസമുള്ളത്. കാരണം അവർക്ക് വേറെ ആരും അവരെ സഹായിക്കാനില്ലല്ലോ. ഇപ്പം എനിക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ദൈവമേ എന്ന് വിളിക്കുന്നതിനൊക്കെ പറ്റും. ദൈവത്തിനോട് നമുക്ക് സങ്കടം പറയാൻ പറ്റും. അതിനൊക്കെ പറ്റും. അപ്പോൾ ചിലവർക്ക് ഇതൊരു സഹായമാണ്. ഒരു ആപത്തിൽ നമുക്ക് കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമാണ്. ഇപ്പോൾ മനുഷ്യന്മാരെ അങ്ങനെ ആരെയും കിട്ടാനില്ലേ? നമുക്കൊരാളെ വിശ്വസിക്കാനും ഇല്ല. ഒരാൾ നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഭയങ്കര ഇങ്ങനെ വീക്കായിട്ടുള്ള ആളുകൾ ഇങ്ങനെ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ആയിട്ട് അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മൾ കൂടുതലും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരാളെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഇതുണ്ട്. അതാണ് ഈ പ്രായമായവരൊക്കെ കൂടുതലും വിശ്വാസികളായി മാറുന്നത്. അവർക്കപ്പോൾ ഭയങ്കര വീക്കായിരിക്കും അവർക്ക് പേടിയായിരിക്കും. മരണഭയവും പിന്നെ നമ്മളെ ചുറ്റുമുള്ളവർ നോക്കൂല, അല്ലെങ്കിൽ ആരും ഇല്ല, എല്ലാവരും മാറ്റി നിർത്തും എന്നുള്ളൊരു ചിലപ്പോൾ ഒരു പേടിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ നേരത്തായിരിക്കും കൂടുതൽ വിശ്വാസം വരുന്നത്. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ വോയിസ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്കിത്രയും പറയാനുള്ളത്. വിശ്വാസിയോ അവിശ്വാസിയോ എന്ത് വേണമെങ്കിലും ആവാം. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. അതിൻ്റെ പേരിൽ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. പണിയെടുക്കുക, കാശുണ്ടാക്കുക, സ്വന്തം കുടുംബം നോക്കി ജീവിക്കുക, ആർക്കും ഒരു ദോഷം ചെയ്യാതിരിക്കുക. അതൊക്കെ മതിയടോ ജീവിക്കാനായിട്ട്. ഇപ്പോൾ ദൈവം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, സ്വർഗവും നരകവും ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. നമ്മളിപ്പോൾ ദൈവത്തിനെ വിളിച്ച് ദൈവത്തിനെ പൂജിച്ച് നടന്നത് കൊണ്ട് മാത്രം നമുക്ക് സ്വർഗം കിട്ടില്ലല്ലോ. അപ്പം എന്തായാലും നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ല, ആർക്കും ദോഷം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താനെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടിക്കോളും. അപ്പോൾ പിന്നെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ വിശ്വാസം കാണിച്ച് മറ്റുള്ളവരുടെ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞ് മറ്റുള്ള ആൾക്കാരെ തല്ലാനും കൊല്ലാനും ഒക്കെ പോയി നടക്കേണ്ട എല്ലാവരും അങ്ങനെയെന്ന് പറയണില്ല കേട്ടോ. നമ്മുടെ ഇപ്പം നാട്ടിലത്തെ കാര്യങ്ങൾ കണ്ടിട്ട് ഞാൻ പറയാണ്. കൂടുതലും വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ, വിശ്വാസികൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നല്ല, നമ്മൾ നല്ല മനുഷ്യരായിരിക്കുക. അത് ആരെയും കാണിക്കാൻ വേണ്ടിയോ ദൈവത്തിനെ കാണിക്കാൻ വേണ്ടിയോ അല്ല. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, മനുഷ്യന്മാരെ ഉപദ്രവിക്കാതിരിക്കുക. നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, മാറ്റി നിർത്താം, ചെയ്യാം. പക്ഷേ പാവങ്ങളോടും അല്ലെങ്കിൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഉപദ്രവിക്കേണ്ട ആവശ്യം എന്താ? നമ്മളോട് തെറ്റ് ചെയ്യുന്നവരെ മാത്രം നമ്മൾ ശിക്ഷിച്ചാൽ പോരെ. ഇവിടെ നമ്മുടെ നിയമങ്ങളുണ്ട്, ആ വഴി അത് പൊക്കോളും. അപ്പോൾ മനുഷ്യന്മാരെ മനുഷ്യന്മാരായിട്ട് കാണുക, അതുപോലെ സ്നേഹിക്കുക. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മനുഷ്യന്മാരെ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയില്ല ഇത് വീഡിയോ ഇടുമ്പോൾ എന്തായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസിൽ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഈ കാര്യങ്ങൾ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ എന്തായാലും. ഓക്കെ.